As I walk through the valley of the shadow of death, I take a look at my life and realize there's nothing left. Cause I've been blasting and laughing so long that even my mama thinks that my mind is gone. കിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ ചങ്ങോ ചമ്പർക്കോസ് ബസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീ ഫയറിന്റെ ഒരു കിടക്കാച്ച വീഡിയോ ആണ്. വീഡിയോക്ക് നമ്മൾ ഈ ക്രാഫ്റ്റ് ലാൻഡിന്റെ വീഡിയോ ആണ് ഗൈസ് ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഡെസേർട്ടിന്റെ വിഷയം കളിയായിരിക്കും ഗൈസ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പേ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് എല്ലാവരും ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം ഗൈസ് വീഡിയോ കാണാൻ. ഓക്കെ, പിന്നെ വീഡിയോക്കൊക്കെ റീച്ച് കുറവാണ് ഗൈസ്, നമുക്കിനി പഴയ പോലെ റീച്ച് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ക്രാഫ്റ്റ് ലാൻഡ് ഇതെടുത്ത് and നമ്മൾ നേരത്തെ റീസെൻറ്റ് കളിച്ചതിനകത്തെടുത്ത് അതിന് നമ്മുടെ 1v1 പിന്നെ ഇതെടുത്ത് സോളോ പ്ലേ കൊടുത്ത് നമ്മൾ എടുത്ത് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, നമ്മൾ നേരെ കളിയിലോട്ട് തുടങ്ങി. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ പേര് നോക്കും, ഒരു നല്ലോണം കളിക്കുന്ന നല്ലൊരു പ്ലെയറാണ് ഗൈസ് എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ നേരമായിട്ട് അവനെ കാണുന്നില്ല ഗൈസ്. ഞാൻ വെച്ചിട്ട് ഓഫ്ലൈനിലൊക്കെ പോയോ എല്ലാം കളിയൊക്കെ പോയെന്ന് നോക്കുമ്പോൾ ദേ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കിടന്നൊക്കെ അടിക്കുന്നത് ഗൈസ്. ഞാൻ പിന്നെ ഒറിയോണിട്ട് നേരെ അവിടെ എല്ലാം കറങ്ങി ഗ്ലൂകളൊക്കെ ഇട്ട് സെറ്റായിട്ട് അടിച്ചു നോക്കി ഗൈസ്. പക്ഷെ കൊണ്ടില്ല, പിന്നെ അടിച്ചു ഗൈസ്. ഒരു താരത്തി അവനെ കൊള്ളുന്നില്ല, അവൻ ഇരുന്നും കിടന്നും ഒക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വൺ ഷോട്ട് ഗ്ലൂവാൾ ഇട്ട് നമ്മുടെ ഡെസേർട്ട് മാത്രം, ഞാൻ ഗൈസ് ഡെസേർട്ട് ഒള്ളിയാണ് ഗൈസ് ഈ ഒരു ക്രാഫ്റ്റ് കളിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ മാക്സിമം അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഡെസേർട്ട് വൺ ഷോട്ട് കൊടുക്കും. ഈ എടുത്ത് വെച്ചേക്കുന്ന MAT USPD ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ലാൻഡത്തിൽ ഉപയോഗിക്കുന്ന പോലുമില്ല, ഡെസേർട്ട് ഒള്ളിയാണ്. ഓക്കെ, ഞാൻ വൺ ഷോട്ട് കൊടുക്കും, ഗ്ലൂവാൾ ഇടും. അവനാണെങ്കിൽ പല കണ്ടിനാണ് ഗൈസ് അടിക്കുന്നത്. അടുത്ത് വരുമ്പോൾ അവൻ MAT എടുക്കും, ദൂരെ ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൻ്റെ SPD കാണും, അല്ലെങ്കിൽ ചില ടൈമിൽ MP40 ആയിരിക്കും ഗൈസ്. കുത്തി അങ്ങ് പിടിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൊണ്ട് ഡെസേർട്ടൊക്കെ കളിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു പ്ലെയർ ആണ് ഗൈസ്. ഓക്കെ, ലാസ്റ്റ് ഗൈസ് ഞാൻ അവനെ വണ്ട പഠിച്ചിട്ട് കുറെ അടിച്ചെങ്കിലും കറങ്ങി തിരിഞ്ഞ് വന്ന് ലാസ്റ്റ് വണ്ട പഠിച്ചു. ഓക്കെ, അങ്ങനെ സെക്കൻഡ് റൗണ്ട് ആയിട്ട് ഞാൻ കയറി ചെന്നു ഗ്ലൂവാൾ ഇട്ട് നോക്കിയപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി അടുത്തോട്ട് ചെല്ലുവാണ് അടുത്ത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അടിച്ചു, പക്ഷെ ഒന്നും കൊണ്ടില്ല. പിന്നെ ഞാൻ ഒറിയോണിട്ട് കറങ്ങി ഇവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ അടിച്ച് ഗ്ലൂവാളിട്ട് വൺ ഷോട്ട് ഐസ് പിന്നെ അടിച്ചോണ്ടിരിക്കുന്ന അവനെ ഒരു കാര്യത്തിൽ കാണുന്നില്ല ഗൈസ്. പക്ഷെ നല്ലോണം അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ അടിച്ചത് പക്ഷെ ഇപ്പൊ അടിച്ചത് 10 പോയി. ഇങ്ങനെ കളിച്ച് ലാസ്റ്റ് ഇവിടെ എത്തി. ഓക്കെ, അവൻ ഗൈസ് മൂക്കൊക്കെ ഇട്ട് വന്ന് ഡയറക്റ്റ് അടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ നടന്നില്ല. ഞാൻ ഗ്ലൂവാൾ ഇട്ട് ഫ്രണ്ടിലേക്ക് കൊടുത്തു. ഓക്കെ, അവൻ മൂക്കൊക്കെ ഇട്ട് കയറി വന്നപ്പോൾ നല്ല കിണ്ണ ഷോട്ട് കൊടുത്തു. അതെനിക്ക് നല്ല കിടിലോട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ മൂക്കൊക്കെ ഇട്ട് അവന്റെ പ്ലാനിൽ അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല ഗൈസ്. കയറി ചെന്ന് പിന്നെ ഗ്ലൂവാൾ ഇട്ട് ഗൈസ് നമ്മൾ പിന്നെ ഒറിയോണിട്ട് കയറി തേർഡ് റൗണ്ടില്. അപ്പൊ അവൻ ഗൈസ് നല്ലോണം കളിക്കുന്നുണ്ട്, അവൻ മാക്സിമം ഗ്ലൂവാളൊക്കെ ഇട്ട് നല്ലോണം കളിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഗൈസ് പിന്നെ ഗ്ലൂവാൾ ഇട്ട് വൺ ഷോട്ട് കൊടുത്തു, പക്ഷെ കൊണ്ടില്ല. പിന്നെ അവന് MAT എടുത്തോണ്ടാണ് ഗൈസ് പിന്നെ അവൻ എൻ്റെ അടുത്തോട്ട് വന്നത് തന്നെ. MAT ഇട്ട് ഡ്രാഗ് ചെയ്ത് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഗൈസ് അവൻ കയറി വന്ന് അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ അവൻ കയറി വന്ന് നല്ലോണം അടിക്കാൻ നോക്കുന്നുണ്ട്. MATക്കാണ് ഇനിയുള്ള കളി അവൻ്റെ, ഈ ഒരു റൗണ്ട് കളി അവൻ്റെ ഇതാണ്, MATക്കുള്ള കളിയാണ്. ഓക്കെ, കുറെ അടിച്ച് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇവൻ നിന്ന് അവനെ സ്പോണായെടുത്ത് തന്നെ തേർഡ് റൗണ്ടിൽ സ്പോണായെടുത്ത് തന്നെ വന്ന് നിന്ന് ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഗ്ലൂ ഇട്ട് ഞാനിവിടെ നിന്ന്, അവനും ഗ്ലൂ ഇട്ട് അവിടെ നിന്ന്. ഓക്കെ, ഇപ്പം അവൻ അവിടെ ഇരിക്കുന്നു, ഒരൊറ്റ അടിയൊക്കെ വെച്ച് കൊടുത്ത്. ഓക്കെ, അതും വണ്ടാ പഠിച്ചവനെ തറയിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് നമ്മൾ കയറി ഫോർത്ത് റൗണ്ടിലും നമ്മൾ ഗ്ലൂ ഇട്ട് കയറി ചെന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഒറിയോണിട്ട് അവിടെ നിന്ന് കറങ്ങി. ഓക്കെ, കയറി വരുമ്പോൾ അടിക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ അത് ഏറ്റില്ല. ഓക്കെ, പിന്നെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ MATക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഡെസേർട്ടിന് പൊട്ടിക്കുന്നതാണ്, പിന്നെ MATക്കാണ് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അവൻ പിന്നെ ലാസ്റ്റ് വൂക്കും ഇട്ട് കയറി അവൻ എന്നെ വണ്ടാ പഠിച്ചിടുകയും ചെയ്തു. കാരണം എനിക്ക് പിടിക്കാൻ പറ്റില്ല, കാരണം അവൻ ഓർക്കപ്പുറത്ത് കയറി അങ്ങ് വണ്ടാ പഠിച്ചു. ഞാൻ വിചാരിച്ചു ഗ്ലൂ ഇടാൻ, പക്ഷെ ഗ്ലൂവിൻ്റെ ബട്ടൺ വർക്ക് ആയില്ല. അവൻ ഫോർത്ത് റൗണ്ടിൽ അവൻ എന്നെ അടിച്ചിട്ടു. ഇനി ഫിഫ്ത്ത് റൗണ്ടാണ്. ഫിഫ്ത്ത് റൗണ്ടിൽ എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റും എന്ന് ഉറപ്പോടാണ് ഗൈസ് ഞാൻ ഇറങ്ങിയത്. ഗ്ലൂ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ,
ഓക്കെ ഞാനും ഇവനൂടെ അവിടെ കിടന്നിനും കറങ്ങാത്ത സ്ഥലമില്ല ഗൈസ്. അടിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ കിടന്ന് കറങ്ങലാണ് ജോലി. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് നമ്മൾ പിന്നെ അവനെ വണ്ടാ പഠിച്ചിട്ടു ഡെസേർട്ടിന്. ഓക്കെ, പിന്നെ ഞങ്ങളെ 6th റൗണ്ടായി. 6th റൗണ്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കേസ് ഞാൻ ഇറങ്ങി ഗ്ലൂ വാൾ ഇട്ട് നല്ലോണം റഷ് ചെയ്ത് കയറുന്നുണ്ട് ഞാൻ. പക്ഷേ ഡെസേർട്ടിന് അടിക്കാൻ നോക്കിയതാണ്, പക്ഷേ കൈയായി പോയി വന്നത്. ഡെസേർട്ട് കയ്യിലില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഈ അവൻ പിന്നെയും വന്നോണ്ട് അടുത്തോട്ട് വരുന്നുണ്ട്. ഞാൻ റഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തിരിച്ച്. പിന്നെ അവൻ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ എമ്മിക്ക് ഇട്ട് പൊട്ടിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഡെസേർട്ട് ഇട്ട് മാക്സിമം കളിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ പിന്നെ ഈ കീഴി എത്തിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അവൻ പിന്നെ പൂക്കും ഇട്ട് അവൻ്റെ പഴയ രീതി എടുക്കാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ, നേരത്തെ അവൻ അടിച്ചത് ഇങ്ങനെയാണ്, പൂക്കോങ് ഇട്ടാണ് എമ്മിക്ക് നേരത്തെ പൊട്ടിച്ചത്. ഓക്കെ, അതേ നമ്മൾ പിന്നെയും കയറി ചെന്നപ്പോൾ പിന്നെയും അടുത്തോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനും തിരിച്ചൊരു ചെറിയൊരു ഡിസ്റ്റൻസിലോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. പിന്നെ ഓക്കെ, അങ്ങനെ അവൻ എംജിക്ക് പിന്നെ അടിച്ചിട്ടു. എംജിക്കല്ല, MG40 അവൻ പിന്നെ അടിച്ചിട്ടു. ഓക്കെ, പിന്നെ ഞാൻ ആ ഒരു റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് പിന്നെ ഇറങ്ങി ചെന്നു. ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ റിവെഞ്ചിന് ഇറങ്ങി ചെന്നു, അടിച്ചു, പിന്നെ കൊണ്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പുറത്തോട് വരുമെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അങ്ങനെ ഞാൻ അപ്പുറത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇപ്പുറത്തോട് വരും. അപ്പം ഞാൻ പിന്നെ ഡെസേർട്ടിന് റീലോഡൊക്കെ ചെയ്ത് ഞാൻ നൈസിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ കയറി വന്നപ്പോൾ ഓക്കെ, ഞാനും അടുത്തോട്ട് റഷ് ചെയ്യുന്നുണ്ട്, അവനും ദൂരോട്ട് മാറുന്നുണ്ട്. ചില ടൈമിൽ അവൻ അടുത്തോട്ട് റഷ് ചെയ്യുമ്പോൾ ഞാൻ ദൂരോട്ടാണ് ഗൈസ് മാറുന്നത്. ഓക്കെ, അങ്ങനെ കുറേ എടുത്ത് ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവൻ പിന്നെ മൂക്കോം കിട്ടടിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ഈ റൗണ്ട് നമ്മൾ വിട്ടു കൊടുക്കത്തില്ല ഗൈസ്. ഈ റൗണ്ട് നമ്മൾ പിടിക്കുന്ന പറഞ്ഞാണ് ഗൈസ് നമ്മൾ കളിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ റൗണ്ട് പിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഗൈസ് കളിച്ചപ്പോൾ ഇവിടുന്ന് പോയി കളി വന്നു. അവൻ അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തങ്ങനെ വന്നെന്നാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. ഇപ്പുറത്തോടെ കയറി വന്നപ്പോൾ എനിക്ക് എംജിക്ക് ഷോട്ട് വന്നു. ഓക്കെ, ഞാൻ ഇപ്പുറത്തോടെ വന്നപ്പോൾ ഞാൻ പിന്നെ ഡെസേർട്ടിന് കൊടുത്തു. ഞാൻ വിചാരിച്ചു ഈ റൗണ്ട് ഞാൻ പൊട്ടുവന്ന്. നമുക്ക് അടുത്തോട്ട് കയറി വന്നത് ഒരു നല്ല ഷോട്ട് കൊടുത്തവനെ തല പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഷോട്ട് കൊടുത്തവൻ്റെ തല പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ റൗണ്ട് 8ാമത്തെ വന്നു. ഇനി നമുക്കൊരു 4 റൗണ്ട് കൂടെ എടുത്താൽ നമുക്ക് ഈ ക്രാഫ്റ്റ് ലാൻഡ് ജയിക്കായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ഉറിയോണ്ടിട്ട് കയറി ചെന്നു. ഓക്കെ, നേരത്തെ എനിക്ക് തല പൊട്ടിച്ചത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, പിന്നെ അവനെ കുറേ നേരത്തേക്ക് കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫുട്ബോളിന് അകത്തൂടെ കയറി വരുന്നത്. ചിലപ്പോൾ എൻ്റെ നെറ്റിൻ്റെ വിഷയമായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ നെറ്റിൻ്റെ വിഷയമായിരിക്കും. ഞാൻ ഫുട്ബോൾ ഇടുന്നത് അവന് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ അകത്തൂടെ വന്നത്. ഇങ്ങനെ 6th റൗണ്ട് അവനെ വണ്ടാ പഠിച്ചിട്ടിട്ടുണ്ട്, തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അവൻ്റെ. ഓക്കെ, അവൻ റഷ് ചെയ്ത് കയറാൻ നോക്കിയതാണ്. പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ നല്ല കിഡിലോട്ടൊരു അടിയും കഴിച്ചു കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ കൊറിയോണിട്ടു. ഞാൻ പിന്നെ ഡെസേർട്ടിന് അടിച്ചു, പക്ഷെ കയറിയില്ല. ഓക്കെ, ഞാൻ കളിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തി. അവൻ തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം അവൻ്റെ MP40 ഇട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ പിന്നെ 7ാമത്തെ റൗണ്ട് ഞാൻ തന്നെ എടുത്തു. അവനെ വണ്ടാ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വിഷയം കളിയായിരുന്നു അത്. ഓക്കെ, അവൻ നല്ലൊരു പ്ലെയറുമാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാൻ പിന്നെയും അവൻ്റെ അടുത്തോട്ട് റഷ് ചെയ്ത് പോയി. ഒറിയോണൊക്കെ ഇട്ട് റഷ് ചെയ്ത് കയറി ചെന്നപ്പോൾ ഇപ്പുറത്തോട് വരുന്ന അവൻ MG ഇട്ട് അടിക്കാനാണ് ഗൈസ് നോക്കുന്നത്. പിന്നെ മൂക്കോങ് ഇട്ട് അടിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ എനിക്ക് അവൻ്റെ ടൈം പീരീഡ് മനസ്സിലായതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് ഓടി ഗ്ലൂ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് അവൻ്റെ മൂക്കോങ്ങിൻ്റെ ഇത് തീരുകയും ചെയ്തു. അങ്ങനെ ഞാൻ നൈസിന് കയറി ചെന്നാൽ നോക്കിയപ്പോൾ പിന്നെ അടിച്ചു. ഞാൻ പിന്നെ ഗ്ലൂ ഇട്ടു. അവൻ തീക്കളി കളിക്കാൻ നോക്കണം ഗൈസ്. ഞാൻ ഡെസേർട്ടിന് കളിക്കാനും നോക്കുന്നുണ്ട്, പക്ഷേ വണ്ടാ പഠിക്കുന്ന ആകാശത്തൊക്കെ പോകുന്നു. പിന്നെ ഞാൻ അടിച്ചു, പക്ഷെ കൊണ്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ ഗ്ലൂ ഇട്ട് റഷ് ചെയ്ത് കയറി ഒറ്റ അടി കൊടുത്തു ഗൈസ്, വണ്ടാപ്പ്. അങ്ങനെ ഞാൻ ഈ ക്രാഫ്റ്റ് ലാൻഡ് വിജയിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബായ്. ഓക്കെ ഗൈസ്, പിന്നെ ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും മറക്കില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ബൈ.